ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയാണെങ്കിലോ ശിവയോട് ചെന്ന് ചോദിക്കുന്നുണ്ട്. ശിവ, കഞ്ഞിയൊക്കെ റെഡി ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീയേട്ടന് കൊടുക്കാനാണ്. ആ കഞ്ഞിയൊക്കെ എപ്പോഴേ റെഡി ആയിട്ടുണ്ട്, ഇതേ ക്യാബേജ് തോരൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. താൻ കഞ്ഞി കൊടുക്കേണ്ട സമയം കൊണ്ട് ഇതും റെഡിയാവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ചാർ എവിടെ ശിവ ചോദിക്കുമ്പോൾ അത് എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ശ്രീയേട്ടന് ഞാൻ കഞ്ഞി കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വർഷ ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കഞ്ഞിയൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് വർഷ എനിക്ക് വാരിത്തരുന്നു വേണ്ട, ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം, അവിടെ വെച്ചേക്കുമെന്ന് പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ശ്രീയേട്ടന് വയ്യാതിരിക്കുന്ന കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ വാരി തന്നെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് കോരി കൊടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വിവേക് അവിടെ വരുന്നുണ്ട്. ഈ ശ്രീനാഥിനിട്ട് ഇങ്ങനെ വട്ടം കറക്കുന്നുണ്ടോ വർഷ എന്ന് പറയുന്നു. ശ്രീയേട്ടൻ കഞ്ഞി കുടിക്കാൻ മടി കാണിക്കുകയാണ് വിവേകെ, അതാണെന്ന് പറയുന്നു. ഈ അച്ചാർ ആരിട്ടതാ? ഞാൻ ഇട്ടതാണ്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇതാ കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശിവ അങ്ങോട്ട് ഓടി വരുന്നു. ആ സമയത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശിവയുടെ കയ്യിൽ നിന്നും കാബേജ് തോരൻ വാങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ വിവേക. ആ സമയത്ത് ഇത് വർഷം ഉണ്ടാക്കിയതിൻ്റെ അത്ര പോരാ, എങ്കിലും ശിവയുടെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നു. ആ എന്തായാലും എന്നെ ഇങ്ങനെ പുകഴ്ത്തണ്ട, വർഷം ഉണ്ടാക്കുന്ന ഫുഡിനാണ് ടേസ്റ്റ്, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നു. എന്തായാലും എന്തായാലും ഇപ്പോൾ കുളിച്ച് റെഡിയായപ്പോൾ ശ്രീനാഥിനെ കാണാൻ നല്ല ഒരു സുഖമുണ്ടെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് വിവേക്. എന്ന് ഞാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കഞ്ഞിയൂടി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിവേക് അങ്ങ് മാറിപ്പോന്നു. പെട്ടെന്ന് വർഷം ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. വിവേക്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താ വർഷ? എനിക്ക് കുറച്ച് സാധനങ്ങൾ ശ്രീയേട്ടന് വാങ്ങിക്കണം. ബ്രഷ്, അതുപോലെ തന്നെ തോർത്ത്, കൈലി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്താൽ വിവേക് എനിക്ക് വാങ്ങിച്ചു കൊണ്ടുവരുമോ? അതിനെന്താ, ഞാൻ തീർച്ചയായും കൊണ്ടുവരാം. താൻ ഒരു കാര്യം ചെയ്യും, വാട്സപ്പ് ചെയ്തോ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ നമ്മുടെ ആർച്ചക്കുട്ടീനെയും കൊണ്ട് ശ്രീയേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ശ്രീയേട്ട, ഇതാരാന്ന് മനസ്സിലായോ? എനിക്കറിയില്ല, ഇതേതാ കുട്ടി? അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണോ? അപ്പുറത്തെ വീട്ടിലെ കുട്ടിയൊന്നല്ല, ഇത് ഈ വീട്ടിലെ കുട്ടിയാണ്, എൻ്റെ അനിയത്തിയാണ്, ആർച്ചക്കുട്ടിയാണെന്ന് പറയുന്നു. ആ സമയത്ത് ശ്രീനാഥിൻ്റെ മനസ്സിൽ തൻ്റെ വർഷയുടെ സ്വന്തം സഹോദരിയെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ എന്ന രീതിയിൽ പറയുമ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ശ്രീയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. എൻ്റെ അനിയത്തിയെക്കുറിച്ചല്ലേ? അവളെനിക്ക് നഷ്ടപ്പെട്ട് പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇവളെ. അങ്ങനെ അവളെ കിട്ടിയ കാര്യങ്ങളൊക്കെ ശ്രീയേട്ടനോട് വിശദീകരിച്ച് പറയുന്നു. അതിനുശേഷം ശ്രീനാഥിന് കുട്ടിയോട് വാത്സല്യം തോന്നുന്നുണ്ട്. മോളിങ് വന്നേന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുക കേട്ടോ. രണ്ടുപേരും കൂടി കളിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം തന്നെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് വിവേക് വർഷയെ വിളിക്കുന്നുണ്ട്. താനൊന്ന് താഴത്തേക്ക് ഇറങ്ങി വരുമോ, എന്നിട്ട് ഈ ഡ്രസ്സൊന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നു. എന്തായാലും കുറേ ഡ്രസ്സ് ശ്രീയേട്ടന് വേണ്ടിയിട്ട് വിവേക് വാങ്ങിയിട്ടുണ്ടല്ലോ. താൻ പറഞ്ഞതല്ലാതെ കുറച്ച് ഡ്രസ്സും കൂടി ഞാൻ അധികം വാങ്ങിച്ചു ശ്രീനാഥിന്. എൻ്റെ അളവിലുള്ള ഡ്രസ്സാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അത് പാകമായില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അതെന്തായാലും നന്നായി എന്ന് പറയുന്നു. നാളെ ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി വിചാരിച്ചതാണ്. എന്തായാലും വിവേക് വാങ്ങിച്ചു കൊണ്ടുവന്നല്ലോ, സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. തൻ്റെ മനസ്സ് എനിക്ക് അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തതും. പിന്നെ തൻ്റെ ചിരി കാണാൻ നല്ല രസമുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന് ശേഷമാണോ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങിയതെന്ന് ചോദിക്കുമ്പോഴത്തേനും ഓ തുടങ്ങി പഞ്ചാരടി എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എൻ്റെ കുറുമ്പ് കാണാനും അതിലേറെ ഭംഗിയാണെന്ന് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങ് പോവാലോ. പിന്നെ വിവേക് വരുന്നു. ശ്രീയേട്ടന് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊന്ന് കാണിച്ചു കൊടുക്കാനാണ് എന്ന് പറയുമ്പോഴത്തേനും ഇല്ല, ഇനി നാളെ വരാം, ഇന്ന് തന്നെ ഒരുപാട് ലേറ്റായി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മൊബൈലൊരു പാട്ടൊക്കെ വെച്ചിട്ട് അവരുടേതായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ കാണിക്കുന്നു കേട്ടോ. അങ്ങനെ റൂമിലേക്ക് ചെന്നതിന് ശേഷം ശ്രീനാഥിന് ആ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് രണ്ടെണ്ണം ശ്രീനാഥ് ഇട്ട് നോക്കുന്നുണ്ട്. ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട് ശ്രീയേട്ടനെന്ന് പറയുമ്പോൾ. ഇതുപോലത്തെ ഡ്രസ്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ശ്രീയേട്ടൻ എൻ്റെ പഴയ മോഡലിലെ ഡ്രസ്സ് എപ്പോഴും ഇടുന്നത്, അതിനേക്കാളും നന്നായിട്ട് ഇത് ചേരുന്നതെന്ന് പറയുന്നു. പഴയതൊക്കെ മറക്കാൻ ശ്രമിക്കുകയായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന രീതിയിൽ ശ്രീ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വർഷയെക്കുറിച്ച്. അതിനുശേഷം ശിവ അങ്ങോട്ട് വരുന്നുണ്ട്. എടോ, ഫുഡായി, ശ്രീയേട്ടനുള്ള കഞ്ഞി റെഡിയായി, കഴിക്കാൻ പോകാമെന്ന് പറയുന്നുണ്ട്. അതേ ശിവ, ഈ ഡ്രസ്സ് ശ്രീയേട്ടന് എങ്ങനെയുണ്ട്? അതോ ഇതാണോ ഭംഗിയെന്ന് പറയുന്നു. രണ്ടും നല്ല കൊള്ളാമെന്ന് പറയുന്നു. നല്ല ആളോടാണ് ഞാൻ അഭിപ്രായം ചോദിച്ചത്. ഇവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എനിക്കിപ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ല. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, വരുന്നുണ്ടോ? ഞാൻ ശ്രീയേട്ടന് കഞ്ഞി കൊടുത്തിട്ട് വരാം, നീ കഴിക്കാൻ തുടങ്ങിക്കോ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ വർഷയോട് പറയുന്നുണ്ട് ശ്രീ, എനിക്ക് ഇങ്ങനെ കോരിത്തരുന്നും വേണ്ട വർഷ, ഞാൻ കഴിച്ചോളാം. എല്ലാവർക്കും ഞാൻ രോഗിയായിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കേണ്ട. ശ്രീയേട്ടൻ്റെ രോഗം മാറുന്നവരെ ഞാൻ ശ്രീയേട്ടനെ നോക്കും എന്ന രീതിയിൽ പറയുന്നു. അതിനുശേഷം തന്നെ ശ്രീയുടെ മനസ്സിനകത്ത് ഇല്ല, വർഷയ്ക്ക് എപ്പോഴും എന്നോട് തോന്നിയിട്ടുള്ളത്
ഒരു അസുഖമുള്ള ഒരാളെക്കുറിച്ചുള്ള ചികിത്സ മാത്രമാണ്. അല്ലാതെ മറ്റൊരു രീതിയിലും അതിനെ കാണരുതെന്ന രീതിയിൽ മനസ്സുകൊണ്ട് ശ്രീ ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ നമ്മുടെ ശിവ ഓടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ധനപാലൻ അങ്കിളിന് എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ട് വർഷ. കാരണം അങ്കിളുടെ പെരുമാറ്റവും സംസാരവും ഒന്നും അത്ര ശരിയല്ല. എന്തൊക്കെയോ അറിഞ്ഞതുപോലെ, ശ്രീനാഥ് ഇവിടെ ഉള്ളത് അറിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. ശിവ നീ പേടിപ്പിക്കില്ലേ, നിന്നെ കാണാൻ വരുന്നുണ്ട്, എനിക്കെന്തോ ടെൻഷൻ പോലെ. ഒന്നുമില്ല, നമുക്ക് പോയി നോക്കാം. ആ സമയത്ത് ധനപാലൻ അങ്ങോട്ട് വരുന്നു. അതിനുശേഷം തന്നെ മോളെ ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ, എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങോട്ട് വന്നത്, ഇതെല്ലാം തന്നെ എന്തിൻ്റെ ആവശ്യമാണുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഇത് വിവേകിനും അറിയാം അങ്കിൾ, വിവേകിനും അറിയാവോ, അവനാണോ മോളെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അത് പൈസയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ മോളെ, ആരെക്കുറിച്ചാണ് അങ്കിൾ പറയുന്നത്, ഒരു പക്ഷേ അത് അതിനെക്കുറിച്ചല്ല എന്നിപ്പോൾ മനസ്സിലായി. അപ്പോൾ അത് രാഘവനെ കുറിച്ചാണ്, മോളുടെ രണ്ടാനച്ഛനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് വിവേകിന് അറിയില്ല, വിവേകിന് ഇവിടെ വന്നതിന് ശേഷം മാത്രമേ അറിയുള്ളൂ. ഓ അത് ശരിയാണോ, അയാൾ ഇങ്ങോട്ട് വരുന്നത് അത്ര ശരിയായ കാര്യമല്ല, ഇനി മോൾ അത് അനുവദിച്ച് കൊടുക്കരുത്, ഇത് വസന്തര അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും, മോൾക്ക് നന്നായിട്ട് അറിയാമല്ലോ അമ്മേ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മോള് ഞാൻ പറയുന്നത് പോലെ ചെയ്യാനായിട്ട് നോക്കാൻ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ നമ്മളെ ബന്ധത്തെ ബാധിക്കരുത് മോളെ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ അഞ്ജുവിൻ്റെ തന്നെയാണ് കേട്ടോ. അഞ്ജു ആണെങ്കിലോ ഭയങ്കര അധികം ടെൻഷനായി കിടക്കുകയാണ്. രാഹുലില്ല, എപ്പോൾ വേണമെങ്കിലും ആളുകൾ വന്ന് ശല്യം ചെയ്യാം. ആ സമയത്ത് കുറേ ആളുകൾ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൂടെയൊക്കെ നടക്കുന്ന കാണുന്നുണ്ട്. അങ്ങനെ പേടിച്ച് വരയ്ക്കുകയാണ് കേട്ടോ അഞ്ജു. ഈ ഒരു സ്വസ്ഥതയും സമാധാനവും അഞ്ജുവിന് ഇപ്പം ഇല്ല. കാരണം രാഹുൽ വരുത്തി വെച്ച ഓരോ വിന കാരണം തനിക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റാണ്ടായി. രാത്രി തനിച്ച് ഉറങ്ങാനും ഒക്കെ പേടിയായി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം വീണ്ടും തന്നെ കാണിക്കുന്നത് വർഷയാണ്. വർഷ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങി തുടങ്ങി. വർഷ ഡ്യൂട്ടിക്ക് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അതെ, ശ്രീയേട്ടൻ ഇവിടെ തന്നെ ഇരുന്നാൽ മതി കേട്ടോ. പിന്നെ ശിവ ഉണ്ടാവില്ലേ, ശിവ പോവുകയാണ്, അവൾ റെഡി ആവുന്നുണ്ട്. പിന്നെ ആ ഡാങ്കിനി ഉണ്ടല്ലോ, ആ ഡാങ്കിനി ശരി അപ്പുറത്തെ വീട്ടിലത്തെ മല്ലിക അല്ലേ, അതെ, അവർ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, ഈ ജനലൊക്കെ തുറന്നിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അവർ വളരെയധികം പാരയാണ് നമുക്ക്. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീയോട് യാത്ര ചൊല്ലിയിട്ട് ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും ഞാൻ വരാം ശ്രീയേട്ടന് ഭക്ഷണം ആകുമ്പോഴത്തേനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷം ഇറങ്ങുന്നത് കേട്ടോ. പിന്നീടാണെങ്കിൽ ധനപാന എന്തെങ്കിലും നമ്മുടെ വിവേകിൻ്റെ കാറ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മോനെ നീ എങ്ങോട്ടാണ്, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം, പിന്നെ അമ്മ US നിന്നോട് ചെല്ലാൻ പറഞ്ഞില്ലേ, എന്നിട്ട് എന്തായി, ഫ്ലൈറ്റ് ഡിലേ ആണ്, ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയില്ല അച്ഛ എന്ന് പറയുന്നുണ്ട്. യുദ്ധം നടക്കല്ലേ അച്ഛ, അതുകൊണ്ടാണെന്ന്. അയ്യോ അമ്മയ്ക്ക് അത് വിഷമാവില്ലേ മോൻ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ. ചെറിയമ്മേനോടും അവനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വരില്ല എന്ന്, അല്ലെങ്കിൽ അച്ഛൻ എനിക്ക് ഫ്ലൈറ്റിലിരിക്കാൻ സാധിക്കില്ല മോനെ, അതാണ്. എന്നാൽ പിന്നെ അമ്മയുടെ കൂടെ മോന് പോയാൽ മതിയായിരുന്നു, ഇന്നെങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എന്ത് ചെയ്യാനാണ്, ഇപ്പം ഇങ്ങനെയൊക്കെ വരുന്ന ആരെയും കണ്ടോ എന്ന രീതിയിൽ വിവേക് പറയുന്നു. അതിനുശേഷം തന്നെ എന്നാൽ പിന്നെ ഞാൻ ആ ടൗൺ വരെ ഞാനുണ്ട്, എന്നെയും ഡ്രോപ്പ് ചെയ്യുമെന്ന് പറയുന്നു. പെട്ടെന്ന് ആർച്ചക്കുട്ടീനെയും കൊണ്ട് വീണ്ടും വർഷം തിരിച്ചു വരുന്നുണ്ട്. ഇന്ന് പ്ലേ സ്കൂൾ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവിടുത്തെ ഒരു ആയ മരിച്ചിട്ടുണ്ടായിരുന്നു, അത് കാരണമാണെന്ന് പറയുന്നുണ്ട്. ഇനി മോളെ എന്ത് ചെയ്യും, ശിവ നീ പോകാൻ ഇറങ്ങിയോ, എനിക്ക് അർജൻറ്റായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്തേ പറ്റൂ, ഒരു വമ്പൻ സ്ട്രാവാണെന്ന് പറയുന്നത്. ഇനി മോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വർഷ. വിവേകും പോയി കഴിഞ്ഞു, വീട്ടിലാണെങ്കിൽ ആരും തന്നെ ഇല്ല. അങ്ങനെ ഇനിയിപ്പോൾ ശ്രീനാഥ് എന്തായാലും മോളെ നോക്കുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. എന്തായാലും അവർ തമ്മിൽ നന്നായിട്ട് ഇണങ്ങി ചേരും. അതിനിടയിൽ തന്നെ ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.